കേരളത്തോടുള്ള അവഗണന തുടർന്ന് മോദി സർക്കാർ ആവശ്യത്തിനുള്ള അരി പോലും കേരളത്തിന് നൽകില്ലെന്ന നിലപാടിലാണ് കേന്ദ്രം. ഓണത്തിന് സാധാരണ നൽകാറുള്ള പ്രത്യേക അരി വിഹിതം ഇത്തവണ അനുവദിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം തീരുമാനമായത്. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ഇതിൽ ചേരുകയാണ്. സിബി, സാധാരണഗതിയിൽ ഓണത്തിന് ഉത്സവ സാഹചര്യം എന്ന നിലയിൽ അരിവിഹിതം പ്രത്യേകമായി അനുവദിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത് നൽകാൻ തയ്യാറാകാത്ത നിലപാടാണോ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്? എന്ത് ന്യായീകരണമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്നത്? മനു, ഇന്നലെയാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി മന്ത്രി ജി.ആർ. അനിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഓണത്തിന് അധികമായി അരി നൽകണം. ഓണത്തിന് മലയാളികളായ ആളുകൾക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി അധികമായി അരി നൽകണം. ഓരോ കാർഡിനും 5 കിലോ അരി വീതം നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിൽ കൃത്യമായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത് ഈ അരി അധിക വിഹിതമായി നൽകാൻ കഴിയില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. അതിന് കാരണമായി പറഞ്ഞത് അരി പണം കൊടുത്തു വാങ്ങാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലുള്ള ആളുകൾ എന്ന പേരിലാണ് ഇപ്പോൾ ഈ അരി നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, ഈ ഓണം സമയമാകുമ്പോൾ എല്ലാവർക്കും ഈ അരി ലഭ്യമാകുന്ന അരി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം, പ്രത്യേകിച്ച് ഒരു കാർഡിന് 5 കിലോ വീതം എല്ലാ വിഭാഗം ആളുകൾക്കും, എല്ലാ കാർഡിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി ഇന്നലെ ദില്ലിയിലെത്തിയ മന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്ത്. എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. ഇതിന് വിചിത്രമായ ഒരു കാരണം പറയുന്നത് കേരളത്തിന് ഇത്തരത്തിൽ പണം നൽകി കൊടുത്ത് അരി വാങ്ങാനുള്ള ആലോചിക്കുകയായിരുന്നു. ഒരു കേന്ദ്രമന്ത്രി പറയുന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അരി കാശ് കൊടുത്ത് വാങ്ങിക്കഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട്, അതുകൊണ്ട് അരി ഞങ്ങൾ നൽകുന്നില്ല. എന്തൊരു വിചിത്രമായ വാദമാണ് സിബി മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്നത് വേറെ കാര്യം, അത് ഈ സംസ്ഥാനം ആർജിച്ചെടുത്ത നേട്ടങ്ങളുടെ ഫലമാണ്. അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തത് കൊണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഒരു ന്യായീകരണമോ മറുപടിയാണോ ഒരു കേന്ദ്രമന്ത്രി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് നൽകേണ്ടത്? മനു, തീർച്ചയായും നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാ മേഖലയിലും വളരെ വലിയ അവഗണനയാണ് തുടരുന്നത്. ഇത് ഈ ഒരു ഭക്ഷ്യമേഖലയിലും തുടർന്നു വന്നതിനും കരുതാൻ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ 2018 പ്രളയ സമയത്തൊക്കെ അന്ന് നൽകിയ അരിയുടെ പൈസ പോലും പിന്നീട് പിടിച്ചു വാങ്ങിയ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. സ്വാഭാവികമായും ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആ കേന്ദ്ര സമീപനം ഒന്നുകൂടി തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ നമ്മുടെ പാർലമെന്റിൽ വരുന്ന ഈ മൺസൂൺ സെഷൻ പാർലമെന്റിൽ കേരളത്തിലെ എംപിമാരെ, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ എംപിമാരും ശബ്ദമുയർത്തണം. ഈ ഇത്തരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു വിഷയം ഉന്നയിക്കണമെന്ന ആവശ്യം കൂടി ഇന്നിപ്പോൾ മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ ചില നയങ്ങളുടെ ഒരു ഫലം കൂടിയാണ് ഈ ഒരു അരി നിഷേധിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത് കൃത്യമായി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിന് അരി നൽകാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഗോതമ്പ്, പഞ്ചസാര, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മുടങ്ങിക്കിടക്കുന്ന ഗോതമ്പ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ അത് കേരളത്തിന് ലഭ്യമാക്കണമെന്ന ആവശ്യം കൂടി ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കിയെങ്കിലും അതിനും കൃത്യമായ അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല. എന്തായാലും ഇത് വ്യക്തമാണ്. നമുക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെയും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഓരോ ആഘോഷ വേളയിലും, പ്രത്യേകിച്ച് ഹോളി ആയാലും ദീപാവലി ആയാലും ഓരോ ആഘോഷ വേളയിലും നല്ല രീതിയിൽ സഹായം കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഒരു ദേശീയോത്സവം പോലെ ആഘോഷിക്കുന്ന ഓണം. ആ ഓണത്തിന് മലയാളികൾ ആഘോഷിക്കുമ്പോൾ അതിന് ഒരു അധികമായി അരി നൽകണമെന്നൊരു ആവശ്യം, അതും ഒരു കാർഡിന് വെറും 5 കിലോ അരി മാത്രമാണ് കേരളം ആവശ്യപ്പെട്ടത്. ആ അരി നൽകാനാവില്ല എന്ന് അസന്നിഗ്ധമായി കേന്ദ്രമന്ത്രി കൃത്യമായി മന്ത്രി ജി.ആർ. അനിലിനെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ നടന്ന കൂടിക്കാഴ്ച ഏറ്റവും നിരാശാജനകം തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റന്നാൾ മുഖ്യമന്ത്രി, എംപിമാരെല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിൽ ഈ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കണം എന്നൊരു ആവശ്യം കൂടി മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റ് ശബ്ദം ഉയർത്തുക മാത്രമാണ് ഏക പോംവഴി. കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച തീർത്തും നിരാശാജനകമാണ്. കേരളത്തിന് അരി നൽകാനാവില്ല, കേരളത്തിൽ അരി വാങ്ങിക്കാൻ ശേഷിയുള്ള ആളുകളാണ് എന്നുള്ളൊരു കാരണം, ഒരു വിചിത്രമായ വാദം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ അരി നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. ശരി, സിബി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.